ജെൻസ് വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ് ഓഫ് ദേവപ്രസീത വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുന്ന. എന്റെ വിശേഷമൊക്കെ നിങ്ങൾ എന്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് നമ്മുടെ ലാസ്റ്റ് വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തോണ്ട് അഭിനന്ദ പ്രഭാവം എന്തായിരുന്നു ആ സംഭവം മനസ്സിലായല്ലോ. ഒത്തിരി നല്ല സപ്പോർട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബൈ ദ വേ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് ഞാൻ ഈ കിടന്ന് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെറിയൊരു സമ്മറി തരാം. ആലപ്പുഴയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് പോപ്പുലർ ഫെസ്റ്റിവൽ ആയിട്ടുള്ള മുല്ലക്കൽ ചെറപ്പ് എന്ന് പറയുന്ന ഉത്സവത്തിന് നമ്മളൊരു സ്റ്റാൾ ഇടുന്നുണ്ട് ജാൻസ്. അപ്പൊ അതിന്റെ ലേലം വിളിയും മറ്റു കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഞാൻ കരുതി അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന്. പിന്നെ ഞാൻ ഏത് സ്ഥലമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ആലപ്പുഴയിലേക്ക് പോവാ. ഇപ്പൊ സമയം 8 മണിയായി. അപ്പൊ ഞാൻ പെട്ടെന്ന് രാത്രി 8 മണിയായി. അപ്പൊ ഇപ്പൊ ഞാനും അച്ഛനും കൂടെ ആലപ്പുഴയിൽ ചെന്നിട്ട് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന സ്പോട്ട് ഏതാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചുതരാം. നല്ല അടിപൊളി കിടിലനായിട്ടുള്ള ഒരു സ്പോട്ടാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പം കറക്റ്റ് നമ്മൾ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. കറക്റ്റ് പറയുവാണെങ്കിൽ അല്ല വേണ്ട, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നിങ്ങളും കുറച്ച് ത്രില്ലടിച്ചിരിക്കട്ടെ അത്രയും നേരം. അപ്പം പോയി വരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഒരു ബിഗ് താങ്ക് യു ആണ് പറയാനായിട്ടുള്ളത്. കാരണം നമ്മൾ മുല്ലക്കൽ ചെറുപ്പിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ 1 റെസ്പോൺസ് ആയിരുന്നു. ഏകദേശം 50K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് 50K വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. അപ്പം എന്തായാലും എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിലും ഏറ്റെടുത്തതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ വെറൈറ്റി ആൻഡ് ഇൻട്രസ്റ്റിംഗ് കമൻസ് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇനിയും ഇതിനെ ുള്ള ബാക്കിയുള്ള എല്ലാ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മേക്ക് ഷുവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാൻ ഓരോ ദിവസം ഞാൻ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും ജാൻസ്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇത്രയും ദിവസം നമ്മൾ സ്ഥലം നോക്കാൻ പോകുന്ന ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ സ്ഥലം ലേലം വിളിച്ചെടുത്ത് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടാലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മുല്ലക്കൽ ചിറപ്പ് നടക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ കടകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ബിഫോർ ക്ലിപ്പ് എടുത്ത് വെച്ചതേ ഉള്ളൂ. കാരണം ഒരു 1.5 ആഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുട്ടുസൂചിക്ക് പോലും വീണ് കഴിഞ്ഞാൽ കിടക്കാനായിട്ടുള്ള സ്ഥലം കാണത്തില്ല. അത്രയ്ക്ക് കടകൾ വന്ന് ക്രൗഡഡ് ആകും, അത്രയും ആൾക്കാർ വരും. അപ്പോൾ അതിപ്പം നമ്മൾ നമ്മളുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ ലേലം വിളിച്ചെടുത്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ മുല്ലക്കൽ ദേവി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പയ്യൻസ് ഷർട്ട് കടയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ലേലം വിളിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ 3 മീറ്റർ സ്ഥലം കിടക്കുന്നത്. ഇത് നമ്മളിപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കിട്ടി ചാൻസ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ നട. ഇപ്പോൾ ഫോൺ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ഥലം കാണാൻ പറ്റും. ടട്ടേങ് ഈ വെള്ള കളറിലെ സ്കൂട്ടി ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ തൊട്ട് ഈ ക്രാഫ്റ്റ്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഈ ഒരു കടയുടെ അവിടം വരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സ്പോട്ട് നമ്പർ 25 ആണ്. അതായത് അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടം വരെ പോകണ്ട, കറക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. എന്തായാണെങ്കിലും നല്ലൊരു അടിപൊളി സെൻറ്ററാണ്, നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ ബൈ ദ വേ ജാൻസ്, എൻ്റെ ഇപ്പുറത്ത്, അതായത് എൻ്റെ നമ്പർ 25 ആണ്, നമ്മുടെ നമ്പർ 25 ആണല്ലോ. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള 24ഉം 26ഉം അതിന് ഏത് കടക്കാരെടുക്കും എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടെൻഷൻ വന്നിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും കുലുക്കി സർബത്തിൻ്റെ കടയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓൾറെഡി നമ്മൾ ലേലം വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് വേറൊരു കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ഒരു ടീമിനെയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നോക്കി വെച്ചിരുന്നത് ഈ 25ൻ്റെ തൊട്ടപ്പുറത്തുള്ള 26ാമത്തെ നമ്പറായിരുന്നു. പക്ഷെ അവർക്ക് എന്തോ ചില ഇഷ്യൂസ് കാരണം ലേലം വിളിച്ച് സ്ഥലം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ആ 26 അവർ ആദ്യമേ വേറൊരു സ്ഥലം വരെ നോക്കി വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഇനി മിച്ചം കിട്ടിയ സ്ഥലമാണ് 26 എന്ന് പറയുന്ന ഈ നമ്പർ. അപ്പം ഇതിപ്പോൾ ഞാനും അപ്പുറത്തും ഇപ്പുറത്തും അവരും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ കോമ്പറ്റീഷൻ ആകും എന്നുള്ളത് കൊണ്ട് അവർ ഈ സ്ഥലം എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനകത്ത് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു കുലുക്കി സർബത്ത് കട വരുവാണെങ്കിൽ അത് നമ്മളുടെ കടയല്ല, അത് വേറെ പയ്യന്മാർ ലേലം വിളിച്ചെടുക്കുന്ന കടയായിരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ, അവർക്ക് വേറെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ മതിയെന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് 2 പേർക്കും വലിയ അഡ്വാൻറ്റേജ് കാണില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലത്തേക്ക് വരുന്ന വഴിക്ക് ഡോൾബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചൊരു 1 ട്വിസ്റ്റ് സംഭവിച്ചു ജാൻസ്. ഞാൻ ചമ്മിപ്പോയി. ഇത് ആക്ച്വലി ഈ ചേട്ടനെ മേടിച്ച് വെച്ചിരുന്ന പൊറോട്ടയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ഡോൾബിക്ക് വേണ്ടി മേടിച്ച പൊറോട്ടയെന്ന്. വലിയ അധികാരത്തിലൊക്കെ എടുത്ത് വ്ളോഗിൽ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അയ്യോ മാറിപ്പോയെന്ന്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേച്ചി ഇതേ പൊതിഞ്ഞ് അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ പൊറോട്ട അവിടെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. ഈ പൊതിഞ്ഞ് വെച്ചിരുന്ന പൊറോട്ട ഈ ചേട്ടൻ്റെ ആണെന്ന്. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കണ്ടിട്ട് ആ ചേട്ടൻ ചോദിക്ക് വരുന്നത് എന്താ സംഭവം. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ പാവം ചേട്ടനാണ് കേട്ടോ. കാരണം ഞാൻ അത്ര അധികാരത്തോടെ പോയിട്ട് ആ പൊറോട്ട എടുത്ത് ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടും ഒന്നും പറയാതെ എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് കാണിക്കുന്നതെന്ന് നോക്കി. പക്ഷേ ഞാൻ എന്തൊരു മണ്ടത്തരം കാണിച്ച് എന്തെങ്കിലും ആട്ടോ. അപ്പം ഇതാണ് ഈ ചേട്ടൻ്റെ ഹൗസ് ബോട്ടിൻ്റെ കാർഡ്. അപ്പോൾ ആരെങ്കിലും ആലപ്പുഴയിൽ ടൂറിനോ വിസിറ്റിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ബോട്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നമ്മുടെ സബ്സ്ക്രൈബർ
ആവശ്യപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പം ഈ ചേട്ടൻ അതിന് പറ്റിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാമെന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ നമ്മുടെ കാർഡ് വ്ളോഗിൽ, ഈ കാർഡിയം വ്ളോഗിൽ ഇപ്പോൾ കാണിച്ചത്. അങ്ങനെ നേരെ ചമ്മിയ മുഖവും വെച്ചുകൊണ്ട് പൊറോട്ട, ഡോൾബിക്കുള്ള പൊറോട്ടയായിട്ട് ഞാനും അച്ഛനും കൂടെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയപ്പോൾ കൃഷ്ണ വിളിച്ചിട്ട് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് റസ്ക്കും കൂടെ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ കടയിൽ റസ്ക്കും വാങ്ങാനായിട്ട് വണ്ടി നിർത്തി. അവിടെ നിന്ന് റസ്ക്കും മേടിച്ചപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ജാൻസ്. പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നത് പേടിയാണ്. കാരണം എൻ്റെ ഹെൽത്ത് ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വല്ല പനി വന്ന് കിടന്നു പോവുകയാണെങ്കിൽ എൻ്റെ മുല്ലക്കച്ചിറപ്പിൻ്റെ സ്റ്റാളിൻ്റെ കാര്യം മൊത്തത്തിൽ കുളവാകും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് തണുത്തതും അങ്ങനത്തെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് കട്ട് ചെയ്യുവാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ തണുത്ത് അങ്ങനെ അധികം കഴിക്കാറില്ല. ഇപ്പം ഞാൻ ഫുള്ള് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് എൻ്റെ ഹെൽത്തിനെ ഇപ്പോൾ ശരിക്കും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ഡോൾബി ഡോൾബി കൃഷ്ണ 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 ജാൻസ്. അപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇത് നമ്മളൊരു പ്ലാനിങ് സെക്ഷൻ വീഡിയോയും കൂടെ ആണ്. നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം, ഇല്ലെങ്കിൽ എല്ലാം കുളവാകത്തേ ഉള്ളൂ ലാസ്റ്റ്. അപ്പം പലർക്കും പലരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം നമ്മളുടെ വ്ളോഗും ഈ ഒരു സംഭവം ഒരു വിജയമാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അയച്ചിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മയുടെയും കൃഷ്ണയുടെയും ഐഡിയാസ് വളരെ വാല്യൂബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരോടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ബൈ ദ വേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണ നിന്റെ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബുക്ക് എന്ത് ചെയ്യും? അപ്പുറത്ത് വരുന്നുണ്ട്. അറിയോ? ഒന്ന് എടുത്തിട്ട് വരൂ. മഞ്ഞ ബുക്കാ? ഇപ്പൊ എടുത്തിട്ടോ? ബൈ ദ വേ അവളുടെ ഒരു നോട്ടിനകത്താണ് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത്. കിട്ടിയോ? ബാക്കി എല്ലാം നോട്ടൊന്നും ഇല്ല, എല്ലാം പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് തലയിലേക്ക് കയറ്റുക ചെയ്യുന്നത്. ഇതിപ്പോ റഫാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കി ഞാൻ വായിച്ചേൽപ്പിക്കാം. ഓക്കെ, ഒന്നാമത്തത് ഭരണി ഫോർ ഉപ്പിലിട്ടത് വെക്കാൻ 5 എണ്ണം, നാരങ്ങ 10 ദിവസത്തേക്ക്, കസ്കസ്, ബൂസ്റ്റ് ഇതൊക്കെ വാങ്ങേണ്ട സാധനങ്ങളാണ് കേട്ടോ. മിനറൽ വാട്ടർ, സ്പ്രൈറ്റ്, പിന്നെ ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. ഐസ്ക്രീം കോരി വെക്കാനായിട്ട് ഐസ്ക്രീം വാങ്ങുന്ന സ്കൂപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ഇവരുടെ ഐഡിയാസ് ചോദിക്കാം. പറ, നിക്ക് ക്യാമറ ആക്കിട്ട് എന്നിട്ട് പറഞ്ഞാൽ മതി. അവിടെ ഇത് കണ്ടിട്ട് അതിന് എത്ര മീറ്റർ വീതിയും പുറകോട്ടൊക്കെ സ്ഥലം ഉണ്ടോ? ഉണ്ട്, സ്ഥലം അത്യാവശ്യം ഉണ്ട്. പക്ഷെ നമ്മുടെ അപ്പുറത്തെ കടക്കാർ ഒരു ഗ്യാസ് സ്റ്റൗ, ഒരു ഗ്യാസിന്റെ പാത്രത്തിന്റെ ഒക്കെ ഒരു വിൽക്കുന്ന കടയാണ് നമ്മളുടെ ഒരു 3 മീറ്ററിനകത്ത് ഒരു ഇത്തിരി ബാക്കിലോട്ട് വരുന്നത്, നമ്മുടെ നേരെ ബാക്കിലോട്ട് വരുന്നത്. പയ്യൻസിൻ്റെതാണ് നമ്മുടെ ഒരു 2 മീറ്റർ നമുക്ക് പയ്യൻസിന്റെ വാതിക്കലും, ബാക്കി 1 മീറ്റർ മറ്റേ ആ കടക്കാരുടെയും കൂടെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ആ കടക്കാര് വാതിക്കല ഗ്യാസ് സ്റ്റൗ അതിന്റെ അത് അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് അവരൊരു വലിയ സ്റ്റാൻഡാണ് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്കൊരു പണിയാകും, ചിലപ്പോൾ അവരത് മാറ്റിത്തരും. അതായത് 3 മീറ്റർ ഇപ്പം അമ്മയും കൃഷ്ണ ഇരിക്കുന്ന ഏരിയ എന്ന് വെച്ചോ, ഏകദേശം അമ്മയുടെ ഫ്രണ്ടിലെടുത്ത് ഇവിടെ കൊണ്ടിട്ടാണ് അവർ ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. അവർ ആ സ്റ്റാൻഡ് നമുക്ക് സത്യത്തിൽ മാറ്റിത്തരേണ്ടതാണ്. നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്ത് ജൻസ്കലിപ്പട. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഞാനിപ്പോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം. സ്റ്റാൻഡ് ഇരിക്കുന്നതിന് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മളത് തിരിച്ച് പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഗ്ലാസ് കഴുകുന്ന വെള്ളം നമ്മൾ ബൈ ദ വേ നമ്മൾ ഗ്ലാസ്സിലായിരിക്കത്തില്ല കൊടുക്കുന്നത്, ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്തായിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് വരും. അതെ, അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വെള്ളം നമ്മളുടെ കട പക്ഷെ ഫ്ലേവേഴ്സ് മാറുമ്പോഴത്തേക്ക് ചിലപ്പം വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ നമ്മളുടെ കടയുടെ ഓക്കെ, അപ്പൊ അതിന് നമ്മളുടെ കടയുടെ നേരെ ബാക്കിൽ തന്നെ നമുക്കൊരു വലിയ ഓടയുണ്ട്. ആ ഓടയെന്ന് വെച്ചാൽ അത് ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓൾറെഡി മഴവെള്ളമൊക്കെ പോകുന്ന ഒരു ഓടയാണ്, അത്യാവശ്യം നല്ല ആക്സസ് ഉള്ള ഒരു ഓടയാണ്. ഒന്നേ നമുക്ക് അതിനകത്ത് ഒഴുകി, ഇല്ലെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിക്കാരോട് തന്നെ ചോദിക്കണം അത് എന്ത് ചെയ്യണമെന്ന്. മിക്കവാറും നമുക്കത് അപ്പം അങ്ങനെ ഒഴിക്കാൻ പറ്റില്ല. നമ്മളതൊരു ഓട്ടോയ്ക്കകത്തോ പെട്ടിവണ്ടിക്കകത്തോ കയറ്റി നമ്മൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ എവിടെയെങ്കിലും മുറ്റത്തൊഴിച്ച് കളയേണ്ടി വരും. ഓക്കെ, ഐസ്ക്രീമിന്റെ വെള്ളം ചെടിക്ക് അല്ലേ തന്നെ ഭയങ്കര മഴയാണ്. എനിക്കാണ് പേടി വരുന്നത്, എന്താ സംഭവം എന്നറിയത്തില്ല. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ. മഴയൊന്ന് നിന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആകത്തുള്ളൂ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്റെ പൈസ വെള്ളത്തിലാവരുത് ലാസ്റ്റ്. പിന്നെ ജാൻസ്, നമ്മളുടെ കടയ്ക്കൊരു നല്ലൊരു പേര് അമ്മ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും പേര് ആലോചിച്ച് വെക്കണമെന്ന്. കൃഷ്ണയുടെ മനസ്സിലുണ്ടോ? നിങ്ങൾ എന്തായാലും കമന്റ് ഇട് ജാൻസ്. നല്ലൊരു അടിപൊളി പേര് വേണം നമ്മളുടെ കടയ്ക്ക് ഇടാനായിട്ട്. അതായിരിക്കും ഫ്ലെക്സയിൽ വരുന്ന പേര്. ഐസ്ക്രീം
ഐസ്ക്രീം, മെറി ബോയ്, ലാസ, സ്കീ എല്ലാവരും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. മേറി ബോയ് ഒക്കെ എടുത്ത സത്യം പറഞ്ഞാൽ അതിന് അത്യാവശ്യം കുറച്ചുകൂടെ വില കൂടുതലല്ലേ കമ്പയർഡ് ടു സ്കീ. നമുക്ക് ചോദിച്ചു നോക്കാം, എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാം ഏത് ഐസ്ക്രീമാണ് എല്ലായിടത്തും പോകുന്നത് നോക്കിയിട്ട് നമുക്ക് വെക്കാം. പിന്നെ ജാൻസ് അമ്മ ഹോം മെയ്ഡ് ഐസ്ക്രീം വെക്കുന്നുണ്ട്. അമ്മ നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ എന്താ പ്രൊമോട്ടീവ് അല്ല, പക്ഷെ അമ്മ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കി തരുമോ പക്ഷെ ഇതുവരെ ഉണ്ടാക്കി തരുന്നു. നല്ല അടിപൊളിയായിട്ട്. മഴ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഉത്സവ പരിപാടി തീരുന്നവരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, കാരണം നമുക്ക് പനി വന്ന് കിടന്നു കഴിഞ്ഞാൽ പണി മൊത്തത്തിൽ പാളും. അപ്പൊ അമ്മ ഹോം മെയ്ഡ് ഐസ്ക്രീം അമ്മ ഏറ്റവും എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 പേർക്ക് കഴിക്കാനുള്ള ഐസ്ക്രീം അമ്മ ഉണ്ടാക്കി തരണം, കാരണം അത് നല്ല രീതിയിൽ പോകും. ഫ്രീസർ നമ്മളുടെ കയ്യിലുണ്ടല്ലോ, അത് വെക്കേണ്ട നമുക്ക് വേറൊരു ഫ്രീസറും കൂടെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പാതിരപ്പള്ളിയിൽ ഒരു കട ഉണ്ടായിരുന്നു, അവരിപ്പോ കട നടത്തുന്നില്ല. അപ്പൊ അവരുടെ കയ്യിൽ ഫ്രീസറും ഫ്രിഡ്ജും ഇരിപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് റെന്റിന് എടുക്കാം. നമ്മൾ അരുൺ ഐസ്ക്രീം വാങ്ങുന്ന കടയില്ലേ, അവിടെ നമുക്കത് എടുക്കാം. അവരുടെ കയ്യിൽ ഇപ്പൊ ഫ്രീസർ ഫ്രീ ആയിട്ടിരിക്കുവോ, അപ്പൊ നമുക്കത് അവിടെ നിൽക്കാലും നമുക്ക് റെന്റിന് എടുക്കാം. അപ്പൊ അമ്മയ്ക്ക് ഐസ്ക്രീം വെക്കാനുള്ള ഫ്രീസറായി. ഇപ്പൊ കൊറേ ഇങ്ങനത്തെ ന്യൂട്രൈസ് ഐസ് ബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം 10 രൂപ 20 രൂപയുടെ ഒക്കെ അത് വെച്ച് എന്താണ് അത് നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ. അവരോട് ചോദിച്ചിട്ട് അവരുടെ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ എടുത്ത് വെച്ചാൽ പക്ഷെ അത് അഫോർഡബിൾ അല്ല അതായത് എനിക്ക് അഫോർഡബിൾ അല്ലെന്ന്, അതായത് എനിക്കതിൽ നിന്ന് ലാഭം കിട്ടത്തില്ല, മനസ്സിലായി. അത് 10 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്, അവർ നമുക്ക് 8 രൂപയ്ക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് 2 രൂപ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതിനെക്കാട്ടിലും നമുക്ക് ലാഭം സ്കൂപ്പ് ഐസ്ക്രീമാണ്. 10 രൂപയുടെ ഐസ്ക്രീം കാണത്തില്ല, എൻ്റയർ ചെറുപ്പില് 10 രൂപയുടെ ഐസ്ക്രീം കാണത്തില്ല. സ്റ്റാർട്ടിങ് 40 ആയിരിക്കും. അപ്പൊ 10 രൂപയുടെ ഐസ്ക്രീം വെക്കുവാണെങ്കിൽ ഞാൻ പറയട്ടെ, SDV സ്കൂള്, അവിടെ സ്കൂളുണ്ട്. പിന്നെ എന്തുവാ എന്തായാലും മോമഡാൻസിനും ലജനത്തിനും ഒക്കെ പിള്ളേർ വരും. അത് സ്കൂൾ കുട്ടികൾക്ക് അത് അഫോർഡബിൾ. താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ ഐഡിയ. ഞാൻ വിചാരിച്ചത് നമ്മളത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂപ്പ് പോകുന്നത് കുറയും. സ്കൂൾ പിള്ളേർക്ക് അതായിരിക്കും കുറച്ചും കൂടെ അഫോർഡബിൾ. എന്തായാലും നമുക്കത് നോക്കാം, നല്ലൊരു ഐഡിയ ആണത്. അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് എന്തെങ്കിലും സജഷൻ ഉണ്ടോ അമ്മയ്ക്ക് പറയാനായിട്ട്? ഉപ്പിലിട്ട ഐറ്റം എല്ലാ ഐറ്റംസും നമുക്ക് വെക്കാം. മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട്. പിന്നെ വേണമെങ്കിൽ വാഴപ്പിണ്ടി കിട്ടുമെങ്കിൽ അത്. നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, നല്ല ടേസ്റ്റാ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്. നമ്മുടെ കടയിൽ കാണും. അതും കാണും. ഷാർജ ഉണ്ടോ? ഷാർജ ഉണ്ട്. ഷെയ്ക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഇല്ല, അതിനൊക്കെ ഞാൻ സ്റ്റാഫിനെ നിർത്തുന്നുണ്ട്, കസ്റ്റമൈസ്ഡ്. പിന്നെ സ്റ്റാഫിന്റെ കാര്യം പറയാനാണെങ്കിൽ ക്യാമറ കാണിക്കട്ടെ, എനിക്ക് വേറെ റിയാക്ഷൻ എടുക്കണം. സ്റ്റാഫിന്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല 2 പയ്യന്മാരാണ് നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. 3 ഒരുത്തിന് ഇപ്പൊ വയ്യാന്ന് പറഞ്ഞു. അപ്പം 2 പേരാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഉറപ്പില്ല, ചിലപ്പോൾ 3 പേര് വരും. അതാരാന്ന് ഇനിയിപ്പോൾ വ്ളോഗിൽ പറയുന്നില്ല, കാരണം സമയം റിവീൽ ചെയ്യാം. അതെ. പിന്നെ അതെ ഇനി അങ്ങോട്ട് എല്ലാ ദിവസം നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ അതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ, കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ലേ. അതുമല്ല അങ്ങനത്തെ വ്ളോഗൊന്നും യൂട്യൂബിൽ വന്നിട്ടുമില്ല. അപ്പൊ കാണാൻ നേരത്തെ ഒരു പുതുമ കാണും. ഓക്കെ. പിന്നെ അമ്മ നമുക്ക് പാത്രം വാങ്ങണം. അതായത് നമ്മളുടെ ഈ വെള്ളം നമുക്ക് ക്യാനിനകത്ത് തന്നെ കൊണ്ടായിരിക്കും അവർ ഇറക്കി തരുന്നത് അല്ലേ. ക്യാൻ വെള്ളം തന്നെ ആയിരിക്കും. അതല്ലാണ്ട് നമുക്ക് ഈ വേസ്റ്റ് ഗ്ലാസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, വലിയൊരു അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് കണക്കത്തൊരു സംഭവം നമുക്ക് എന്തായാലും വാങ്ങാം. ഉണ്ടോ അത്ര? പക്ഷെ അത് ഞാൻ കടയിൽ നോക്കിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഹോളുണ്ട്, ഈ തുണിയൊക്കെ ഇട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. ഹോളില്ലാത്തത് ഉണ്ടോ? പിന്നെ പേപ്പർ സ്ട്രോ ആയിരിക്കണം. അതോ ഇല്ല, അത് പേപ്പർ സ്ട്രോ പറ്റത്തുള്ളല്ലോ. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്ലാനിങ്. ഷോപ്പിംഗ് വ്ളോഗൊക്കെ വരും ജെൻസ്. 16-ാം തീയതി കൊടി കയറും. അമ്മ വന്നേക്കണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒന്ന് ഇടിച്ച് കയറി എന്റെ കട ഒരു വിജയമാക്കി തരണം. കടയ്ക്ക് പേരിട്ടിട്ടില്ല, പേര് കണ്ടുപിടിക്കണം. പേരിട്ടിട്ട് പറയാം. എല്ലാരും നമ്മുടെ ദേവിപ്രസിദ്ധ വ്ളോഗ്സിന്റെ കടയിൽ എത്തിയേക്കാം. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നല്ലേ. എത്ര പേര് വരുമായിരിക്കും അമ്മ ഒരു ദിവസം? 10,000 പേര് കയറാൻ. അവിടെ ആകെ 10,000 പേരെ വരുത്തുള്ളായിരിക്കും. അമ്പലത്തിൽ ഒരു ദിവസം 1,00,000 പേര് വന്ന് പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും 1,00,000 പേര് ഒരുമിച്ച്. എടി മനസ്സിൽ കണ്ടു നോക്കിയാൽ 1,00,000 പേര് ഒരുമിച്ച് നിൽക്കുന്നത് തൃശ്ശൂർ പൂരമായത്. പിന്നെ കൃഷ്ണ പറഞ്ഞ കണക്ക് നമുക്ക് മറ്റേ 10 രൂപയുടെ ഐസ്ക്രീം വെക്കുന്നത് സ്കൂൾ പിള്ളേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും അവർ അത് കുറെ കച്ചവടം നടക്കും. അങ്ങനെയുള്ള പിള്ളേർ 10 രൂപയുള്ള ഐസ്ക്രീം ആ സെറ്റപ്പിൽ വിറ്റുവും. അപ്പൊ അത് 2 ഇന്നോവേറ്റീവ് ഐഡിയ നമുക്ക് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടി. ജാൻസ്, അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേ കണക്കത്തെ വാല്യൂബിൾ ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അമ്മ? കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, മെയിൽ അയക്കുക, ഓക്കെ. കമന്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, മെയിൽ ചെയ്യുക. നിങ്ങളെല്ലാവരും ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം ഇതൊക്കെ ഐഡിയാസ്. എനിക്ക് ഒറ്റയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ പ്രാന്ത് പിടിക്കും. അപ്പൊ എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നിട്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ ചോദിക്കുക, അവരും പറഞ്ഞു തരും അവരുടെ അഭിപ്രായം. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അത്യാവശ്യം ഇന്നേ വരെ യൂട്യൂബിൽ വന്നിട്ടില്ലാത്ത നല്ല വെറൈറ്റി ഗ്രാൻഡ് കണ്ടന്റാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കാണാനായിട്ട് വ്യൂസ് ഭയങ്കര കുറവാണ് ചാൻസ്. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ അതേ വൈബുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ വൈബുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊക്കെ ഒരേ വൈബാണെങ്കിൽ അവരും കാണട്ടെ, എന്റർടൈൻ ആകട്ടെ. സോ ലവ് യു ഓൾ, ബൈ.